أعوذ بالله العظيم وبوجهه الكريم وسلطانه القديم من الشيطان الرجيم. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ അധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അത് ശരീരത്തിലെ ഒരു അവയവം പോലെ മാറിയ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദുനിയാവിൽ വേണ്ടതൊക്കെ ഒരു കുടക്കുഴിയിൽ ലഭിക്കുന്ന ഒരു ഉപകരണമായി അത് മാറിയിട്ടുണ്ട്. ടോർച്ച് മുതൽ ബാങ്കിങ് സംവിധാനങ്ങൾ വരെ ഇന്ന് മൊബൈലിലാണ്. സൗകര്യങ്ങൾ വർദ്ധിച്ചു, പക്ഷേ ബന്ധങ്ങൾ ഇല്ലാതായി. മുമ്പ് കാലത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് നമ്മൾ ചിലപ്പോൾ പേര് ചോദിക്കും, അല്ല ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് പോണത് ചോദിക്കും, പരിചയപ്പെടും. ഇനി നമ്മൾ പോകുന്ന റൂട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ആളോട് പറയുന്നത് എനിക്ക് ഇന്ന സ്ഥലത്താണ് ഇറങ്ങാനുള്ളത്,
ആ സ്ഥലത്തുമ്പോൾ ഒന്ന് പറയണം കേട്ടോന്ന്, അല്ലെങ്കിൽ ബസ്സിലെ കണ്ടക്ടറോട് സൂചിപ്പിക്കും. ഇന്ന് ആളുകൾക്ക് അതിൻ്റെ ആവശ്യം പോലുമില്ല. മൊബൈലെടുത്ത് ലൊക്കേഷൻ അടിച്ചാൽ ആ കറക്റ്റ് സമയമാകുമ്പോൾ അവിടെ അയാൾ ഇറങ്ങുകയാണ്. ഓരോ കാലം നമ്മൾ എടുക്കുക. അപ്പോൾ പണ്ട് കാലത്ത് കത്ത് മുഖേനയാണ് നമ്മളൊക്കെ വിവരങ്ങൾ അറിഞ്ഞത്. വീട്ടിലൊരു മരണം നടന്നാൽ പോലും, നാട്ടിലൊരു മരണമുണ്ടായാൽ പോലും ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രവാസികൾ അറിയുക. ഇന്നങ്ങനെയല്ല. ഇന്ന് നാട്ടിലുള്ള ആളുകൾ അറിയുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ ആ ന്യൂസ് എത്തിയിട്ടുണ്ടാവും. മുമ്പ് ആരെ കയ്യിലും ഫോണില്ല അല്ലേ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പെങ്ങളെ തൊട്ടടുത്ത വീട്ടിലേക്ക് എന്ത് ചെയ്യും, അവിടെ ലാൻഡ് ഫോണിലേക്കാണ് ഫോൺ വരിക. അവിടെ പോയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫോൺ ചെയ്യുക, മണിക്കൂറുകൾ കാത്തിരിക്കും. ആ ഒരു സംവിധാനത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് എല്ലാവരുടെ കയ്യിലും ഫോണാണ്. ഒരാളുടെ കയ്യിൽ തന്നെ 2, 3 ഫോണുള്ള ആളുകളുണ്ട്. മുമ്പ് വിവരങ്ങൾ അറിയാൻ പത്രങ്ങളോ അതല്ലെങ്കിൽ റേഡിയോ നോക്കണം. ഇന്ന് ലോകത്തുള്ള ഏത് കോണിലുള്ള വാർത്തകളും നമ്മൾ അറിയണം. മുമ്പ് ചില ആളുകൾ മാത്രമാണ് റിപ്പോർട്ടർമാർ. ഇന്ന് എല്ലാവരും റിപ്പോർട്ടർമാരുമാണ്. കുട്ടി റിപ്പോർട്ടർമാർ വരെ ഇന്ന് സമൂഹത്തിലുണ്ട്. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ പാത്രം മോറുന്നത് വരെ ഇന്ന് മൊബൈൽ ഫോണിലാണ് പകർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, മുമ്പ് ഇല്ലാത്തവർക്കുള്ള അനുഗ്രഹം എന്ന നിലയ്ക്ക് കൃത്യമായി നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മളതിൻ്റെ ഉത്തരം പറയേണ്ടി വരും. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങളിൽ അനുഗ്രഹമായിട്ട് എന്തൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതൊക്കെ ഫമിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണത്. അതുകൊണ്ട് ആ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി ചോദ്യം ചെയ്യും. ആ അനുഗ്രഹങ്ങളെ ശരിയായ രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ യുബദ്ദിൽ നിഅമതല്ലാഹ് വമൻ യുബദ്ദിൽ നിഅമതല്ലാഹി മിൻ ബഅദി മാ ജാഅതുഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ആരെങ്കിലും അല്ലാഹുവിൻ്റെ അനുഗ്രഹം തനിക്ക് വന്നതിന് ശേഷം ആ അനുഗ്രഹത്തെ ആര് മാറ്റിമറിക്കുന്നുവോ, അങ്ങനെ മാറ്റിമറിക്കുന്ന പക്ഷം നിശ്ചയമായും അല്ലാഹു അതാ കഠിനമായി ശിക്ഷാ നടപടിയെടുക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ട ഏതൊരു അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹത്തെക്കുറിച്ച് കൃത്യമായി റബ്ബ് ചോദ്യം ചെയ്യും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അനുഗ്രഹമായി നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയോ അതെല്ലാം കൃത്യമായി നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതൊക്കെ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ വേണ്ട എന്നാണോ പറഞ്ഞു വരുന്നത്? ഒരിക്കലും അല്ല അല്ലേ. കത്തി നമ്മളെന്തിനാ ഉപയോഗിക്കുന്നത് അല്ലേ? പച്ചക്കറി അരിയാനും അല്ലെ, സാധനങ്ങളൊക്കെ മുറിക്കാൻ നന്മക്ക് വേണ്ടിയാണ് കത്തി ആളുകൾ ഉപയോഗിക്കുന്നത്. അതേ കത്തി തിന്മക്ക് വേണ്ടി ഉപയോഗിക്കും. ഒരാളെ കൊല്ലാനും ഒരു കത്തി മതി. അതേപോലെ ഇതിലും അനുഗ്രഹങ്ങളുണ്ട് അല്ലെ, നന്മയുണ്ട് തിന്മയുണ്ട്. അതിലൊന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ സമയത്ത് നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. എന്തിനു വേണ്ടി എത്ര സമയമെന്ന ഒരു ധാരണ കൃത്യമായി നമുക്ക് വേണം. ചില ആളുകൾക്ക് സ്വന്തം വീട്ടിലുള്ള ആളുകളെപ്പോലും മറന്നുകൊണ്ട് ഫോണിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. വീട്ടിലെത്തിയാലും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും സ്വന്തം വീട്ടുകാരെ ശ്രദ്ധിക്കാതെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന ലിനഫ്സിക ഹഖ്ക, തീർച്ചയായും നിനക്ക് നിന്റെ ശരീരത്തോട് ബാധ്യത ഉണ്ട്. അതേപോലെ വലി അഹ്ലിക ഹഖ്ക, നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. ഫസും, നീ നോമ്പെടുക്കണം. വ അഫ്തിർ, നോമ്പ് ഒഴിവാക്കുക. അഥവാ സുന്നത്ത് നോമ്പുകളൊക്കെ ജീവിതത്തിൽ എടുക്കും വേണം. എല്ലാ ദിവസവും നോമ്പാകാനും പാടില്ല.
അല്ലേ? ഭാര്യയ്ക്ക് ചില അവകാശങ്ങളുണ്ട്, ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ടതുണ്ട്. ഇങ്ങനെ കൃത്യമായി അതൊക്കെ നിർവഹിക്കുക. വക്കും, നീ നിസ്കരിക്കണം രാത്രി സമയങ്ങളിൽ, വനം, കുറച്ചൊക്കെ ഉറങ്ങും വേണം. ഇതൊക്കെ ഒരു മനുഷ്യന് അല്ലേ അവനോടുള്ള ബാധ്യതയാണ്. ഈ ബാധ്യതകളൊക്കെ മറന്നുകൊണ്ട് മൊബൈൽ ഫോണിന് അഡിക്റ്റായ ചില ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ അല്ലേ ഭക്ഷണം കഴിക്കുന്നത് പോലെ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് പോലും പ്രിയമുള്ളവരെ മൊബൈൽ നോക്കിയിട്ടാണ്. നമ്മുടെ മക്കളോടല്ലേ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കറി എന്താണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് അറിയില്ല. കാരണം എന്താ അറിയൂ, അവർ നോക്കുന്നത് മൊബൈൽ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. തിന്ന സാധനം എന്താന്ന് പോലും നമ്മുടെ മക്കൾക്ക് അറിയാത്തൊരവസ്ഥയാണ്. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അവർക്ക് കിട്ടണില്ല, ഭക്ഷണത്തിൽ ആസ്വാദനമില്ല, ഭക്ഷണത്തിൽ വയറ് നിറയണില്ല. നോക്കൂ നിങ്ങൾ, തീന്മേശകൾ പ്രിയപ്പെട്ടവരെ ചർച്ചയ്ക്കുള്ള വേദിയാകണം. നമ്മുടെ കുടുംബത്തിലെ ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നന്മയുടെ ചർച്ചൻ്റെ കേന്ദ്രമാവണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ബറക്കത്തുണ്ട്. അല്ല, ചില സ്വഹാബികൾ വന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നബിയെ, എത്ര ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പണ്ട് മാറണില്ല. ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വിശപ്പ് മാറണില്ല എന്നാണ്. പ്രവാചകൻ തിരിച്ചു ചോദിച്ചു ചോദ്യം എന്താ അറിയും, അൻതും തതഫറഖൂൻ, നിങ്ങളെ ഒറ്റക്കൊറ്റക്കാണോ ഭക്ഷണം കഴിക്കലെന്ന്? ഭാര്യ വേറെ, ഭർത്താവ് വേറെ, മക്കൾ വേറെ, അവനവൻ ഇഷ്ടപ്പെട്ട സമയത്ത് എല്ലാവരും വേറെ വേറെയാണോ ഭക്ഷണം കഴിക്കാറെന്നാണ് പ്രവാചകന്റെ ചോദ്യം. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, നഅം, ഞങ്ങൾ ഒറ്റക്കൊറ്റക്കാ ഭക്ഷണം കഴിക്കലെന്ന്. പ്രവാചകൻ സാഹസം പറയാണ്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, അള്ളാഹു നിങ്ങൾക്കതിൽ ബറക്കത്ത് ചൊരിയുന്നാണ്. അതുകൊണ്ട് ഒന്നാമതായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തെ മറന്ന് അതിലൂടെ സമയം നമ്മൾ ചിലവാക്കാൻ പാടില്ല. തീന്മേശകൾ അത് ചർച്ചക്കുള്ള വേദികളായിട്ട് മാറണം. രണ്ടാമതായി മൊബൈലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ കീബോർഡിലെ എല്ലാ അക്ഷരങ്ങളും മറ്റുള്ളവരെ പോലെ ഞാനും സെർച്ച് ചെയ്യണോ വേണ്ട നമ്മൾ ആലോചിക്കാം. അതെൻ്റെ പടലോകത്തെ ബാധിക്കുമോ എന്ന സൂക്ഷ്മതയോടെ നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയമുള്ളവരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലാഹു തആല അതിനുവേണ്ടി മലക്കുകൾ ഏൽപ്പിച്ചു. വ ഇന്നാ അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, നിശ്ചയമായും നിങ്ങളുടെ മേലതാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുണ്ട്, അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാരുണ്ട്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത് എന്തൊരു കാര്യമുണ്ടോ അതെല്ലാം കൃത്യമായി ഇവിടെ അറിയുന്നുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, സന്നദ്ധ നിരീക്ഷകരായ രണ്ട് മലക്കുകൾ കൃത്യമായി നമ്മൾ പറയുന്ന ഓരോ ലഫ്ലുന്നാണ്, എന്താ ലഫ്ല്, ഓരോ പദവും അവർ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മൾ നന്മയും തിന്മയായി എന്തൊക്കെ നമ്മൾ നമ്മുടെ നാവിലൂടെ പറയുന്നുണ്ടോ അത് മുഴുവൻ രേഖയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന അക്ഷരങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ ആലോചിക്കുക. അശ്ലീല സൈറ്റുകളെ ജനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റും, അല്ലേ? അത് ഡിലീറ്റ് ചെയ്താൽ പോകും ചിലപ്പോൾ. പക്ഷേ മറച്ചു വെക്കാൻ പറ്റാത്തൊരാളുണ്ട്. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവിടെതാ മനുഷ്യരിൽ നിന്ന് മറച്ചു വെക്കുന്നു, അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കുന്നില്ല. അള്ളാഹു തആല കൃത്യമായിട്ട് പ്രിയപ്പെട്ടവരതൊക്കെ കാണുന്നതാണ്. യഅലമു ഖായിനത്തൽ അഗ്യുനി വമാ തുഖ്ഫി സുദൂർ, മനുഷ്യന്റെ കണ്ണിന്റെ കള്ളനോട്ടങ്ങളും അവന്റെ ഹൃദയത്തിൽ അവൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളും കൃത്യമായി അറിയുന്ന റബ്ബ് ഇത് കാണുന്നുണ്ട് എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ നല്ലത് കാണാൻ വേണ്ടി ശ്രമിക്കുക. റീൽസും കോമഡിയും സ്റ്റോറിയും കണ്ട് നമ്മൾ സമയം തീർക്കല്ല. പുതുതലമുറ ഇന്ന് വ്ളോഗറുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊപ്പിയിട്ട ചില ആൾക്കാരുടെ കൂടെ, സ്വന്തം ഭാര്യയുടെ കൂടെ അഴിഞ്ഞാടുന്ന ആളുകൾക്ക് വേണ്ടി കമൻറ്റും ലൈക്കും അടിക്കുന്ന ആളുകൾ, ഓൻ്റെ കിടപ്പറ വരെ ഓന് സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ലൈക്ക് അടിക്കാനും അതിന് കമൻ്റ് അടിക്കാനും പോകുന്ന ചില ആളുകളുണ്ട്. അത് ചിരിച്ച് ആസ്വദിക്കുന്ന ആളുകൾ. അനാവശ്യങ്ങൾ കണ്ടാൽ പ്രിയപ്പെട്ടവരുടെ നാളെ പടലോകത്ത് ഖേദിക്കേണ്ടി വരും, ഒരു സംശയമല്ല. എല്ലാവരും
കൃത്യമായി മനസ്സിലാകില്ലേ, എല്ലാം അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല കാണുമെന്ന ഒരു ബോധം പ്രിയപ്പെട്ടവിടെ നമുക്ക് ഉണ്ടാവണം. ഞാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇംറാനിലെ 30-ാമത്തെ വചനാണ് ഓതി വെച്ചത്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഖ്ളറ വമാ അമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. എല്ലാ ആത്മാവും നന്മയായിട്ടെന്ത് പ്രവർത്തിച്ചുവോ അതിന് ഹാജരാക്കപ്പെട്ടതായി അത് കണ്ടെത്തുന്ന ദിവസമുണ്ട്. ഓരോ ആത്മാവും അത് തിന്മയായി എന്ന് പ്രവർത്തിച്ചുവോ അവൻ്റെയും ആ തിന്മയുടെയും ഇടയിലതാ വിദൂരമായ അകലമുണ്ടായിരുന്നെങ്കിലെന്ന് അവൻ കൊതിച്ചു പോകും. കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയമുള്ളവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ തിന്മയായി എന്ത് പ്രവർത്തിക്കുന്നുവോ ആ തിന്മക്കും അവൻ്റെയും ഇടയിൽ വിദൂരമായൊരു അകലമുണ്ടായിരുന്നുവെങ്കിൽ അവൻ കൊതിക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഇന്ന് അല്ലേ ഈ പുതിയ കാലഘട്ടം എങ്ങനെയാണ്? ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ അതിലെല്ലാം മിക്സൻ. മാത്രമല്ല ഇന്ന് ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്നറിയണമെങ്കിൽ അയാളെ യൂട്യൂബ് തുറന്നാൽ മതി. കാരണം എന്താ പറയുക, അയാൾ അത് തുറന്നാൽ ആദ്യം വരുന്ന എന്താണോ അതാണ് അയാൾ കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ അർത്ഥം. ഇന്നങ്ങനെയാണ്. നമ്മളെ മക്കളെ കയ്യിലൊക്കെ മൊബൈൽ കൊടുക്കുമ്പോഴേ മക്കളെ കയ്യിലൊക്കെ മൊബൈൽ കൊടുത്ത് യൂട്യൂബൊക്കെ നമ്മൾ തുറന്നതിൽ അവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ അറിയും? ചിലപ്പോൾ അവർ കാണുന്നത് കാർട്ടൂൺ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ കാണുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു തിന്മ കണ്ട് അവിടെ അത് നെക്കിയാൽ പിന്നെ വരുമെന്താ നിങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആ രൂപത്തിലുള്ള തിന്മകളായിരിക്കും ഇങ്ങനെ കടന്നു വരിക. അത് ഇപ്പോഴത്തെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും എന്തു കാണണമെന്നത് കൃത്യമായി നമ്മൾ തീരുമാനിക്കാം. എന്തു കേൾക്കണം നമ്മൾ തീരുമാനിക്കണം. എല്ലാവരുടെ ചെവിയിലും ഇന്ന് ഇയർഫോണാണ് അല്ലേ. ചില ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തിനാ ചിരിക്കണമെന്ന് ചോദിച്ചാൽ അല്ലേ, നമ്മളെ കണ്ട് ചിരിക്കുന്നില്ല. ആളുകളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ചിരി ഉണ്ടല്ലോ, ആ ചിരിയൊന്നുമല്ല. ആളുകൾ ചിരിക്കണത് അവൻ്റെ ഇയർഫോണിൽ അവന് കേൾക്കുന്ന ആ ശബ്ദത്തിന് അവൻ ചിരി കൊടുക്കുന്നത്. ആളുകളിങ്ങനെ ചലിക്കുന്നുണ്ട് അല്ലേ, ആംഗ്യം കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്താ? അവൻ്റെ ചെവിയിലുള്ള ഇയർഫോണാണ്. അങ്ങനത്തെ ഒരു ലോകമായിട്ട് മാറി. ആളുകൾ തിന്മകൾ കേട്ട് ആസ്വദിക്കുകയാണ്. പിശാചിന്റെ അനുയായികളായിട്ട് ആളുകൾ മാറും. മിനന്നാസി മയ്യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ. വമിനന്നാസി മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ മയ്യശ്തരി ലഹുവൽ ഹദീസ്, ലഹുവൽ ഹദീസുകളെ വിലക്കുവാകുന്ന ചില ആളുകൾ. എന്താ ലഹുവൽ ഹദീസ്? അതിൻ്റെ തഫ്സീർ എടുത്തുകൾ പരിശോധിച്ച് നോക്കേണ്ടി അല്ലേ. അത് ലഹുവൽ ഹദീസിന്റെ തഫ്സീർ എടുത്ത് പരിശോധിക്കുക അല്ലേ. അൽ ഒനാഗ് എന്ന് പറഞ്ഞു. എന്താ ഒനാഗ്? അല്ലേ, സംഗീതം, തിന്മകൾ, മ്യൂസിക്കുകൾ ആസ്വദിക്കുക. നിങ്ങൾ ആലോചിക്കില്ലേ, അയാളെ കാറിലിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴേ ഒരു അശ്ലീല പാട്ടോ അതല്ലെങ്കിൽ ഒരു സിനിമാ പാട്ടോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് മ്യൂസിക്കിൽ ഒരു പാട്ടോ കേട്ട് കണ്ട് അയാൾ ആക്സിഡൻ്റായി മരിച്ചുള്ള അവസ്ഥ ആലോചിക്കുന്നു. രാത്രി കടന്നുറങ്ങണം എന്ന സമയത്ത് ബെഡിൽ കടന്നിട്ട് പ്രിയമുള്ളവരെ നമ്മളെ തിന്മകൾ കണ്ടാസ്വദിച്ച് തിന്മകൾ കേട്ടാസ്വദിച്ച് ഇങ്ങനെ മരിക്കണ രംഗാലോചിക്കുന്നു. നേരെ മറിച്ച് ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട് നല്ലൊരു ഇസ്ലാമിക പ്രഭാഷണങ്ങൾ കേട്ട് അയാൾ മരിക്കുന്നതും ആ രൂപത്തിൽ യാത്ര ചെയ്ത് ആക്സിഡൻ്റ് ആകുന്നതും. മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഓണായി കിടക്കുകയാണ്. ആക്സിഡൻറ്റ് സംഭവിച്ചാണ്ട് മൊബൈൽ റോട്ടിൽ വീണ് അത് ഓണായി കിടക്കുമ്പോൾ അതിൽ കാണുന്ന രംഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. നമ്മളെക്കുറിച്ച് ആളുകൾ എങ്ങനെ വിലയിരുത്തും? കൃത്യമായ ബോധം നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള കാര്യം എന്താ അറിയോ? മൊബൈൽ ഫോണ് നന്മകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം, ശരിയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ മറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മൊബൈൽ ഫോണ് ആ നന്മക്ക് ഉപയോഗിക്കും. നമ്മൾ പറയാൻ കാരണം വെച്ചാൽ ചില ആളുകളൊക്കെ വിശുദ്ധ ഖുർആന് മൊബൈൽ ഫോണിൽ ഓതുന്ന ആളുകളുണ്ട്. തെറ്റൊന്നുമല്ല, മൊബൈലിൽ ഓതാം അല്ലേ, ഖുർആൻ ഓതിയാൽ അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ വീട്ടിൽ ഖുർആനുണ്ട്,
അല്ല, ഖുർആൻ അയാളെ കയ്യിലെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ പള്ളിയിൽ വന്നാൽ പള്ളിയിൽ ഖുർആനുണ്ട്, തെറ്റൊന്നുമല്ല. ഖുർആൻ മൊബൈൽ ഓതുന്ന പ്രശ്നമൊന്നുമല്ല. പക്ഷേ മുസ്ഹഫ് കയ്യിലെടുത്തുകൊണ്ട് ഖുർആൻ ഓതുന്നതിന് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം മൊബൈലെടുത്ത് ഓതിയാൽ കിട്ടൂല. മൊബൈൽ ഓതിയാൽ കൂലി കിട്ടും, പക്ഷേ മുസ്ഹഫ് കയ്യിൽ പിടിച്ചോതുന്നതിന് എന്തുണ്ട്? അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നഷ്ടപ്പെടും. അപ്പോൾ അതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ മുസ്ഹഫ് ഇല്ല, ഇപ്പോൾ കാറിൽ യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഖുർആൻ ഓതാൻ ഓഫീസിൽ നിന്ന് ഖുർആൻ ഓതാൻ തോന്നി, ഓഫീസിലാണെങ്കിൽ ഖുർആനില്ല, അപ്പോൾ മൊബൈൽ എടുത്ത് നമുക്ക് ഓതാം. അപ്പം അങ്ങനെ നന്മകൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ ആ രൂപത്തിൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാം കേൾക്കുക എന്നുള്ളതല്ല. ചില ആളുകൾ എല്ലാം കേൾക്കും, എല്ലായിടത്തും കേൾക്കും. എന്നിട്ട് അയാൾക്ക് തന്നെ ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്നറിയില്ല. നമ്മുടെ നന്മ കേൾക്കേണ്ടെന്നല്ല, അത് കേൾക്കുമ്പോൾ അത് ഏതൊരു വിഷയത്തെയും സലഫുകൾ മനസ്സിലാക്കിയ രൂപത്തിൽ അങ്ങനെ പറയുന്ന ആളുകളിൽ നിന്ന് കേൾക്കുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയുന്നത്? നിങ്ങൾ ഇന്ന് ദഈഫായ ഒരുപാട് ഹദീസുകൾ ലോകത്തുണ്ട്. അപ്പം അത് നോക്കാതെ ഒരാൾ ദഈഫായ ഹദീസ് പറഞ്ഞ് നമ്മളത് കേട്ട് നമ്മളത് ഷെയർ ചെയ്താൽ എന്തതിൻ്റെ അവസ്ഥ അല്ലേ? ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യത്തെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഷെയർ ചെയ്താലുള്ള അവസ്ഥ എന്താ? മൻ കദിബ അലയ്യ മുതഅമ്മിദാ ഫൽയഖഅദു മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എൻ്റെ വീട്ടിൽ ഒരു കളവ് പറഞ്ഞാൽ, അല്ലേ, പ്രവാചകൻ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ, അത് നമ്മൾ എങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞാലും വന്നത് നമ്മൾ ഷെയർ ചെയ്താലൊക്കെ ശരി. ഫൽയഖഅദ് മഖഅദഹു മിനൻ നാർ. അവൻ്റെ ഇരിപ്പിടം, അല്ലേ, നരകത്തിൽ അവൻ്റെ സീറ്റ് അവന് റിസർവ് ചെയ്യട്ടെ എന്ന്. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ ആലോചിക്കണം. അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ അറിയണം. ചിലപ്പോൾ അഡ്രസ്സ് ഇല്ലാത്തതുണ്ടാവും, അത് ഷെയർ ചെയ്താൽ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. സമയവും തീയതിയും നോക്കണം. ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് എന്നു വന്നതാണ്, അല്ലേ, ചിലപ്പോൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളിക്കാരം ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യും. എപ്പോഴും ഉണ്ട് ചില വാർത്തകളൊക്കെ കാണുവാനില്ല എന്നറിയും. കാണുവാനില്ലാത്ത മെസ്സേജ് ഉണ്ടാവും, ഏതോ കുട്ടീനെ കാണാത്തതാണ്. ആ കുട്ടി കല്യാണം കഴിഞ്ഞ് 2 മക്കളായിട്ടുണ്ടാവും. ഇപ്പോഴും അതിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ പ്രചരിക്കുക ലോകത്ത്, സമൂഹത്തിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് സമയവും അഡ്രസ്സും തീയതിയൊക്കെ നമ്മൾ നോക്കണം. നമ്പറുള്ളതൊക്കെ ആണെങ്കിൽ പ്രത്യേകം സൂക്ഷ്മത പാലിക്കുക. ആ നമ്പർ കൊണ്ട് ആളുകൾ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സൈബർ അറ്റാക്ക് നമ്മളറിയാതെ പെട്ടുപോകും. അതിലൊക്കെ വ്യഭിചാരത്തിൻ്റെ വാർത്തകൾ, അല്ലേ, വ്യഭിചാരത്തിൻ്റെ വാർത്തകളാകുമ്പോൾ നമ്മളാലോചിക്ക് സാക്ഷികളില്ലാതെ പറഞ്ഞാൽ അതിൻ്റെ ഗൗരവത്തിലാണ്. അല്ലേ, ഒരാളെക്കുറിച്ച് വ്യഭിചാര ആരോപണം വരുമ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്ത്, അല്ലേ, അത് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ അത് സത്യമല്ല, എന്താണെങ്കിലും ശരി, അല്ലേ, 3 സാക്ഷികളില്ലെങ്കിൽ അതിൻ്റെ ഗൗരവത്തിലാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആലോചിക്കുക. എല്ലാത്തിലും, അല്ലേ, ചാടിക്കേറി പ്രതികരിക്കേണ്ട ആവശ്യം ഒരു വിശ്വസിക്കില്ല. എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. നന്മയാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഇടപെടാം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹുജറാത്തിലെ 6-ാമത്തെ ആയത്ത് നമുക്കറിയാം. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല. വിശ്വസിച്ചവരെ, ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുക്കലതാ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ നിങ്ങളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചു കൊള്ളുക. കൃത്യമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ എല്ലാ കാലഘട്ടത്തും അതിനെക്കുറിച്ച് ആലോചിക്കണം. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞാലേ ആ കാലത്ത് പറഞ്ഞ സംഭവമാണെങ്കിലും വിശുദ്ധ ഖുർആൻ എന്തിനാണ് നമുക്കിത് പറഞ്ഞത്? അല്ലേ, വിശ്വാസികൾ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കുക, അനാവശ്യങ്ങൾ ഒഴിവാക്കുക. ചില ആളുകളൊക്കെ പെരുന്നാൾ പോലും തമാശയാക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണ തരങ്ങൾ, ഇപ്പോൾ ബലിപെരുന്നാൾ വരുമ്പോൾ മൃഗത്തെ അറക്കണതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ വീഡിയോ ആക്കി ഫോട്ടോ എടുത്തിട്ട്, അല്ലേ, പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് പറയുകയാണ് ഈ കൊല്ലത്തെ തീറ്റ മത്സരം കഴിഞ്ഞു.
ആളുകൾ ട്രോളാണ്. ഇസ്ലാമിലെ പവിത്രമായ ഒരു ആരാധനയെ ട്രോളുന്ന ആളുകൾ. അതേപോലെ തന്നെ സ്റ്റിക്കറുകളുണ്ട്. സിനിമ നടന്മാരുടെ സ്റ്റിക്കറുകൾ ഷെയർ ചെയ്യുക, തോക്കുകൊണ്ട് വെടിക്കുന്നത് അനാവശ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. വെറുതെ ഷെയർ ചെയ്യുക ആളുകൾ. ഔറത്ത് കാണിച്ചു കൊടുക്കുക. പല കോളത്തിലെ സ്റ്റിക്കറുകളുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദ്വയാർത്ഥമുള്ള പദങ്ങൾ. എന്താ ദ്വയാർത്ഥമുള്ള പദം എന്ന് പറഞ്ഞാൽ അത് മിമ്പറമെന്ന് പറയാൻ പറ്റൂല. അതിന് ഉത്തരം ചിലപ്പോൾ നല്ല കറക്റ്റ് ഉത്തരവിക്കാരം. പക്ഷേ അത് നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരം പറയിപ്പിക്കുക. പല ആ കോളത്തിലെ ബ്ലോഗർമാരൊക്കെ ഉണ്ട്. ആളുകൾ വന്നിട്ട് പെൺകുട്ടികളൊക്കെ വന്നിട്ട് ദ്വയാർത്ഥങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ ഇതുകൊണ്ടുള്ള ദൂഷ്യങ്ങളാണ്. കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ആ നിലക്ക് നന്മയിൽ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഖൈറിനെ നന്മയിൽ ഉപയോഗിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മൊബൈലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ കമൻറ്റുകൾ, നമ്മുടെ പ്രതികരണങ്ങളൊക്കെ ഇടുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറ, അയാൾ നല്ലത് പറയട്ടെ എന്നാണ്. നല്ലത് പറയട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അയാൾ മിണ്ടാതിരിക്കുക. അനാവശ്യത്തിനിലെ കമൻറ്റുകൾ ഇടാതിരിക്കുക. അത്യാവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ കമൻറ്റ് ചെയ്യാം. മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യുഗ്നി. ഒരു മനുഷ്യൻ്റെ നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ്, ഒരാളുടെ നല്ല ഇസ്ലാമിൽപ്പെട്ടതാണെന്ത്? തർക്കുഹു മാ ലാ യുഗ്നി. അവനക്ക് ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. എല്ലാത്തിനും ചാടിക്കഴി പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ പ്രതികരിക്കുക. ആവശ്യമല്ലേ, ഒരു ഉപകാരമില്ലേ, അത് തിരിഞ്ഞൊക്കെ വേണ്ട. അതിലൊക്കെ കൃത്യമായ ഒരു അവധാനത കാണിക്കുക. ഒരേ ഗ്രൂപ്പിലുള്ള ആളുകളോട് പോലും മോശം വാക്കൊക്കെ പ്രയോഗിക്കുന്ന ആളുകളുണ്ട്, സ്വന്തം ഗ്രൂപ്പിലുള്ള ആളുകളോട്. അതേപോലെ തന്നെ എന്താണ് സ്വന്തം സംഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ മോശമായ കമൻറ്റുകൾ, വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ. നോക്കി നിങ്ങൾ, ഫിർഔനിൻ്റെ അടുക്കലേക്ക് മൂസാ നബി അലൈഹിസ്സലാമയെ അല്ലാഹു തആല അയക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തുആ. ഫിർഔനിനോടും ഫിർഔന്റെ സഹോദരനോടും അല്ലാഹു തആല പറയണത്, ഇദ്ഹബാ, നിങ്ങൾ രണ്ടുപേരും പോവുക, ഇലാ ഫിർഔന, ഫിർഔനിൻ്റെ അടുക്കിലേക്ക്, ഇന്നഹു തുആ എന്നാണ്. അവൻ ധിക്കാരിയാണ്. ധിക്കാരിയായ ഫിർഔനിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ രണ്ടുപേരും ചെല്ലുക. കേട്ടോ, فقولا له قولا لينا لعله يتذكر أو يخشى أو يذكر أو يخشى. എന്താണ് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മാന്യമായിട്ട് സംസാരിക്കവരോട്. കേട്ടോ, ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. അവിടെ എന്ത് ചെയ്യും? ചിലപ്പോൾ അതുകൊണ്ട് ചിന്തിക്കാം, അള്ളാഹിനെ പേടിക്കാം. ഇപ്പോൾ നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ചർച്ച എന്താ? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയ ചർച്ചയാണ് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഞാൻ പേടൊന്നും പറഞ്ഞില്ല, ഒരു ഇന്ന സംഘടനയാണ് അതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താ? നിങ്ങൾ മുസ്ലിങ്ങളെ പ്രകോപിതരാക്കിയിട്ട് നാട്ടിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിച്ച് കലാപം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എന്ത് അവരുടെ ലക്ഷ്യം. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൽ തലവെച്ച് കൊടുക്കലല്ല.
2026 ഇലക്ഷൻ വരുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും മറ്റെല്ലാ സംസ്ഥാനത്തെ പോലെ കേരളത്തെയും വിഭജിക്കാനുള്ള ആയുധം മാത്രമാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ട എന്താ നിങ്ങൾ, അത് ഏത് വിഭാഗിക്കൂടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയായിക്കോട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടത് ഒരു സൗഹൃദമായിട്ടുള്ള നാടാണ്. നമ്മുടെ ഇവിടെ വന്ന് വരെ ഫസാദ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ വിഷയം സൂചിപ്പിക്കണില്ല അല്ലേ. നമുക്ക് വേണ്ടത് സൗഹൃദമായിട്ടുള്ള നാടാണ്. ഇന്ന് മണിപ്പൂരും ഹരിയാനയും ബീഹാറും ഗുജറാത്തുള്ള നമുക്ക് വേണ്ടത്. നമുക്ക് സൗഹൃദമായ കേരളവും അല്ലേ, സൗഹൃദമായ കർണാടകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാത്തിലും പോയി തലവെക്കണ്ട. കൃത്യമായിട്ടല്ലേ അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള അജണ്ടകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറാം. അതേപോലെ ചില ആളുകളൊക്കെ ഫോൺ ആപ്ലിക്കേഷനും കൊണ്ട് നടന്നിട്ടുണ്ടാവും. പറഞ്ഞത് അല്ലേ, എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ രൂപം മാറ്റിക്കളയുന്ന ആപ്പുണ്ട്. എന്താ ഇപ്പം നമുക്കതുകൊണ്ടുള്ള പ്രയോജനം എന്താ? ഒരാളെ രൂപം മാറ്റിക്കൊണ്ട് എന്താ കിട്ടാനുള്ളത്? ഒരാളെ ഫേസ് ഇങ്ങനെ കാണിച്ചിട്ട് കുരങ്ങൻ്റെ മുഖം, മൊബൈൽ ഇങ്ങനെ കാണിച്ചാൽ അയാളെ ഫോട്ടോ കാണുമ്പോൾ കുരങ്ങൻ്റെ മുഖമായിട്ട് വരിക. അതേപോലെ അല്ലേ, ഇന്നാക്ക് ഇപ്പം എനിക്ക് 35 വയസ്സാണ് അല്ലേ, ഞാൻ 45 വയസ്സായി എങ്ങനെ ഉണ്ടാവും? അല്ലെ 50 വയസ്സായി എൻ്റെ കോലം എങ്ങനെ ഉണ്ടാവും? അതൊക്കെ അല്ലേ രൂപം അല്ലേ, അതിൻ്റെ ഏജ് മാറ്റി കൊടുക്കുക. അനാവശ്യമായ ഗെയിം അല്ലേ, കോൾ റെക്കോർഡിങ് ആപ്പ് അല്ലേ. കോൾ റെക്കോർഡിങ് ആപ്പ് എന്തിനാ അല്ലേ? ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളെ സംസാരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അയാളെ അനുവാദം വേണം. ഞാൻ ഒരാൾക്ക് ഫോൺ വിളിക്കുകയാണ്, ഞാൻ പറയുകയാണെന്ത് നിങ്ങളെ അല്ലേ, നിങ്ങളെ സംസാരം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അനുവാദം വാങ്ങി ചെയ്യാം. അതല്ലാതെ വെറുതെ ഒരാളെ ഫോൺ വിളിച്ച് റെക്കോർഡ് ചെയ്താൽ നമ്മൾ കുറ്റക്കാരാണ്. അയാളുടെ രഹസ്യങ്ങളെ നമ്മൾ ചോർത്തലാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. അപ്പോൾ ആവശ്യമുള്ള ആപ്പുകൾ മാത്രം നമുക്ക് മതി. വാട്സപ്പ് അല്ല, ആവശ്യമുള്ളത് നോക്കണം. ചില ആളുകൾ നാട്ടിലെ സകല ഗ്രൂപ്പിലും ഉണ്ടാവും, എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും. അതിലൊക്കെ അവൻ ഇടപെടും ചെയ്യും. ദീനിൻ്റെ പല ഗ്രൂപ്പും ഉണ്ടാവും, അതിൽ വന്ന മെസ്സേജ് തൊട്ടോക്കൂല അല്ലേ. ഒരു പള്ളീൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് പറഞ്ഞാൽ, ഒരു സംഘടനാ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ മെസ്സേജ് വന്നാൽ തുറന്നു നോക്കൂല, അതിനൊരു കമൻ്റ് ഇടുക, ഒരു ടിക്കറ്റ് ഒന്നുമില്ല. എന്നാൽ നാട്ടിലുള്ള സകല രാഷ്ട്രീയ ഗ്രൂപ്പിലും എല്ലാ അല്ലേ, പാർട്ടി ഗ്രൂപ്പിൽ, അതേപോലെ തന്നെ ചായ ഗ്രൂപ്പ്, പല ഗ്രൂപ്പുണ്ടല്ലോ, അതിലൊക്കെ കമൻ്റ് ഇട്ട് അല്ലേ, അതിലൊക്കെ പ്രതികരിക്കാനൊക്കെ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ളത് പ്രിയമുള്ളവരെ മതി. വ്യക്തിഗത മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കുക അല്ലേ, അതേപോലെ തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക. അനാവശ്യമായിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നൊക്കെ നമുക്ക് പോരാൻ പറ്റണം. അതേപോലെ ഒരു ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടുമ്പോൾ അല്ലേ, അതിലുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കുക അല്ലേ. മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ, മുതിർന്ന പ്രായം ചെന്ന ആളുകളുണ്ടാകുമ്പോൾ അതിലൊക്കെ തമാശ പറയുന്ന ആളുകളുണ്ട്, അവരൊക്കെ നമ്മൾ പരിഗണിക്കണം. ഒരു വീട്ടിൽ നമ്മൾ ഇരുന്നില്ലേ, ഒരു മുതിർന്ന ആളുണ്ടാകുമ്പോൾ നമ്മളങ്ങനെ തമാശ അറിയും, മോശം കമൻറ്റുകളിടും. അത് ഗ്രൂപ്പിലായാലുണ്ടല്ലേ, ആ രൂപത്തിലുള്ള ആളുകൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. ഓരോ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം അറിയണം. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവും, 2 മൊബൈലിലൊക്കെ ഉണ്ട് ബ്ലഡിൻ്റെ ഗ്രൂപ്പ്. അതിൽ കൊണ്ടുപോയിക്കാണ്ട് നാട്ടിലെ പ്രസംഗങ്ങളുടെ ആവശ്യമില്ല. അത് ബ്ലഡ് ആവശ്യമുള്ള ആളുകൾക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ഗ്രൂപ്പാണ്. അവിടെ കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ അല്ലേ ഇസ്ലാമിക പ്രസംഗം ഇടേണ്ട ആവശ്യമില്ല. അതൊക്കെ അല്ലേ നമ്മൾ സൂക്ഷിക്കേണ്ട മേഖലകളാണ്. ശ്രദ്ധിച്ചാൽ ഒരുപാട് പുണ്യം നമുക്ക് നേടാൻ പറ്റും. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, നന്മയിൽ ഉപയോഗിക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ നൽകുന്ന ഏതൊരു ഹൈറും ആ ഹൈറുകളെ നന്മയിൽ മാത്രം ഉപയോഗിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കൊണ്ടനാഥ. നന്മയും തിന്മയും കൃത്യമായി മനസ്സിലാക്കി നന്മയിൽ മുന്നേറാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള നല്ലൊരു മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണനാഥ. ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹുവേ നീ മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ നാഥ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യണേ റബ്ബേ. നമ്മുടെ മഹല്ലത്തിലെ പല ആളുകളും രോഗിയായിട്ട് കിടക്കുന്നുണ്ട്, അല്ലാഹു അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച നമ്മുടെ പർവീസ് അല്ലേ, അദ്ദേഹം മംഗലാപുരത്ത് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. ഡിസ്ചാർജ് ആയിങ്ങാണ്ട് വീട്ടിൽ പോയിരുന്നു. വീണ്ടും
തലവേദന വന്ന് അതേപോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായിക്കാണ്ട് വീണ്ടും ഇപ്പോൾ അഡ്മിറ്റാണുള്ളത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ വിളിച്ചിരുന്നു, ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂടെ ഒരുമിച്ചിരിക്കാനും നമ്മുടെ കൂടെ ഇടപെടാനും അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نعوذ بك من غلبة الدين وغلبة العدو وشماتة الأعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.